ഉക്രൈൻ യുദ്ധഭൂമിയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് റഷ്യ തങ്ങളുടെ വ്യോമാക്രമണ പരമ്പര കടുപ്പിച്ചിരിക്കുകയാണ്. സമീപകാലത്തെ ഏറ്റവും ഭീകരവും ആസൂത്രിതവുമായ ആക്രമണങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനിലെ പ്രമുഖ നഗരങ്ങൾ സാക്ഷ്യം വഹിച്ചത്. പ്രതികാര ബുദ്ധിയോടെയുള്ള വ്ളാഡിമിർ പുടിന്റെ പുതിയ നീക്കങ്ങൾ ഉക്രൈനിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. തലസ്ഥാന നഗരമായ കീയവ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 5-ലധികം പ്രമുഖ നഗരങ്ങളെ ലക്ഷ്യം വെച്ചാണ് റഷ്യ ഇത്തവണ മിസൈൽ മഴ പെയ്യിച്ചത്. വ്യവസായ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണങ്ങളെങ്കിലും ജനവാസ മേഖലകളിലും ഇതിന്റെ ഭീകരത ദൃശ്യമായി. മിസൈലുകൾ വന്നു പതിച്ച പല നഗരങ്ങളും നിമിഷങ്ങൾക്കകം പുകപടലങ്ങൾക്കുള്ളിലാവുകയും വൻ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. റഷ്യയുടെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇത്തവണ ഉക്രൈനെ നടുക്കാൻ പുടിൻ പ്രയോഗിച്ചത്. പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താൻ പ്രയാസമുള്ള ഈ മിസൈലുകൾ ഉക്രൈനിലെ പ്രധാന സൈനിക വ്യവസായ സമുച്ചയങ്ങളെ അടിമുടി തകർത്തു കളഞ്ഞു. റഷ്യൻ വ്യോമസേന ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഉക്രൈൻ പ്രതിരോധ നിര പൂർണ്ണമായും സമ്മർദ്ദത്തിലായി. കിയവിന് പുറമെ സപ്പോറീഷ്യ, ഖാർക്കിവ്, ഡിനിപ്രോ, പോൾട്ടാവ, സുമി എന്നീ നഗരങ്ങളിലാണ് റഷ്യൻ മിസൈലുകൾ നാശം വിതച്ചത്. ഉക്രൈന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന വ്യവസായശാലകളും ഊർജ നിലയങ്ങളും തകർക്കുക എന്നതായിരുന്നു മോസ്കോയുടെ പ്രധാന ലക്ഷ്യം. നിരന്തരമായ ഈ ആക്രമണങ്ങൾ പല നഗരങ്ങളെയും തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ അതിശക്തമായ വ്യോമാക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉക്രൈനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കുറഞ്ഞത് 16ഓളം സാധാരണ പൗരന്മാർക്ക് ഈ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായി കഴിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പുറമെ 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഉക്രൈൻ അധികൃതർ സ്ഥിരീകരിക്കുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത്. പലരുടെയും പരിക്ക് അതീവ ഗുരുതരമായതിനാൽ ആശുപത്രികൾ കടുത്ത പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. 4 വർഷത്തോളമായി തുടരുന്ന ഈ രക്തരൂഷിതമായ യുദ്ധത്തിൽ റഷ്യ തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധമായ ഓഷനിക് ബാലിസ്റ്റിക് മിസൈൽ വീണ്ടും രംഗത്തിറക്കി എന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇത് 3-ാം തവണ മാത്രമാണ് റഷ്യ ഈ അത്യാധുനിക മിസൈൽ ഉപയോഗിക്കുന്നത്. ഇത് പുടിന്റെ കടുത്ത നിലപാടിന്റെയും പ്രതികാര ബുദ്ധിയുടെയും തെളിവായി വിലയിരുത്തപ്പെടുന്നു. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഓഷനിക് മിസൈലുകളുടെ പ്രയോഗം പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും കൂടിയുള്ള കടുത്ത മുന്നറിയിപ്പാണ്. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യ ഈ നീക്കത്തിലൂടെ തെളിയിച്ചു. ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ നഗരങ്ങളെ ചാരമാക്കാനാണ് മോസ്കോ ഇപ്പോൾ ശ്രമിക്കുന്നത്. റഷ്യ ഇത്രയും പെട്ടെന്ന് കടുത്തൊരു വ്യോമാക്രമണത്തിലേക്ക് തിരിയാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ ഒരു പ്രസ്താവനയാണ് പുടിനെ ചൊടിപ്പിച്ചത്. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാൻ ഉക്രൈൻ നടത്തിയ ആസൂത്രിത നീക്കങ്ങളെക്കുറിച്ചായിരുന്നു ആ പ്രസ്താവന. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസ കാലയളവിനുള്ളിൽ റഷ്യയുടെ 15 ഓയിൽ റിഫൈനറികൾ തങ്ങൾ വിജയകരമായി ആക്രമിച്ചതായി സെലൻസ്കി അവകാശപ്പെട്ടിരുന്നു. റഷ്യയുടെ ഇന്ധന ഉൽപാദനത്തെയും അതുവഴി യുദ്ധത്തിനുള്ള ഫണ്ടിങ്ങിനെയും തളർത്താൻ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധിച്ചുവെന്നാണ് ഉക്രൈൻ വിലയിരുത്തിയത്. ഇതിനുള്ള തക്കതായ മറുപടിയായാണ് ഇപ്പോൾ റഷ്യ പുറത്തിറങ്ങിയിരിക്കുന്നത്. റഷ്യയുടെ ജീവരക്തമായ എണ്ണ വ്യവസായത്തിന് നേരെ ഉക്രൈൻ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങൾ ക്രെംലിനെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് മേൽ കൈവച്ച ഉക്രൈനെ പാഠം പഠിപ്പിക്കാൻ പുടിൻ നേരിട്ട് ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കിയവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള പ്രതികാര ഓപ്പറേഷൻ റഷ്യ ആരംഭിച്ചത്. ആക്രമണം ശക്തമായതോടെ ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം വൻതോതിൽ വൈദ്യുതി കമ്മ്യൂണിക്കേഷൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. വ്യവസായശാലകൾക്ക് നേരെ നടന്ന ആക്രമണം രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെയും ആയുധ നിർമ്മാണത്തെയും ദോഷകരമായി ബാധിക്കും. ജനങ്ങൾ ഭയചകിതരായി ഭൂഗർഭ ബങ്കറുകളിലാണ് ഇപ്പോൾ അഭയം നേടിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന് ഉക്രൈൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പേട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓഷനിക് പോലുള്ള അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉക്രൈന് നിലവിൽ സാധിക്കുന്നില്ല.
ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ വലിയ ചോദ്യചിഹ്നത്തിലാക്കുന്നു. 4ാം വർഷത്തിലേക്ക് കടന്ന യുദ്ധം കൂടുതൽ മാരകമായ ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് ഈ ആക്രമണങ്ങൾ അടിവരയിടുന്നു. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നത് യൂറോപ്പിനെ ആകെ ഭീതിയിലാഴ്ത്തുകയാണ്. പുടിന്റെ പ്രതികാര നടപടികൾ ഇനിയും തുടർന്നാൽ ഉക്രൈനിലെ കൂടുതൽ നഗരങ്ങൾ പൂർണ്ണമായും തവിടുപൊടിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും.